Audio Jungle. ഇതാണ് എൻ്റെ ന്യൂ ചാനലിൻ്റെ ലോഗോ. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ടൊക്കെയാ ഗൈസ്. അപ്പം യൂട്യൂബ് ചാനൽ റോക്കിംഗ് ഗെയിമിംഗ്. സോ നമ്മളിന്ന് കളിക്കാൻ തോന്നിക്കുന്ന റോബ്ലോക്സിൻ്റെ അകത്തുള്ള തന്നെ ഒരു ഗെയിമാണ്. ഇതിൻ്റെ പേരാണ് സെർവർ ബ്രൂക്ക് ഹെവൻ ആണ്. ബ്രൂക്ക് ഹെവൻ സെർവർ RPക്കകത്ത് നമ്മൾ നിൽക്കുന്നത് RP ഗെയിമാണ്. റോബ്ലോക്സ് എന്ന് ഞാൻ കുറേ ഗെയിമുകൾ ഞാൻ കളിക്കുമെങ്കിൽ നമ്മൾ ഈ ഒരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഗെയിം നമുക്ക് മൾട്ടിപ്ലെയർ ആയിട്ട് കളിച്ചാലേ പറ്റത്തുള്ളൂ. പക്ഷേ ചില യൂട്യൂബേഴ്സ് എല്ലാവരും മീൻസ് ഒറ്റയ്ക്കാണ് ഇന്ന് കളിക്കുന്നത്. അതേപോലെയാണ് നമ്മൾ ഇന്നും ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സോ നമ്മുടെ കൂടെ അഫിലിലേക്കൊക്കെ നമ്മൾ ഉടനെ തന്നെ കയറ്റും. പിന്നെ എനിക്ക് ഇതിനകത്ത് കുറേ വീഡിയോകൾ ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെറുതായിട്ടൊന്ന് വെച്ചെന്നേ ഉള്ളൂ. എനിക്ക് ഇതിനകത്ത് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറേ വീഡിയോകളൊക്കെ ഉണ്ട്. സോ ഇതിൽ കണ്ട ഫേമസ് ആയിട്ടുള്ള വീടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കണ്ട ഇങ്ങനെ ഓക്കെ, അയാൾ ലെഫ്റ്റായി പോയി, അതുകൊണ്ടാണ്. ഓക്കെ, കണ്ട ഇങ്ങനത്തെ ഈ സെയിം ഇതേപോലുള്ള വീഡിയോകളാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് റോബ്ലോക്സിൻ്റെ അതുള്ള ഫേമസ് ഗെയിമാണെന്നൊക്കെ പറയുന്ന ഗെയിമാണ്. പിന്നെ ഞാൻ റോബ്ലോക്സിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. ഇതിന് മുമ്പ് ഞാൻ കുറേ വീഡിയോകൾ ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമില്ലായിരുന്നു എഡിറ്റ് ചെയ്യാനൊന്നും. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാരണമാണ് നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിടാത്ത റോബ്ലോക്സിൻ്റെ. അല്ല, ഞാൻ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിച്ചിട്ടുള്ളൊരു ഗെയിമാണ് റോബ്ലോക്സ് ഒക്കെ. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നതാണ് റോബ്ലോക്സ് കളിക്കണോ ഞാൻ നാളെ കളിക്കും, ഞാൻ മറ്റന്നാൾ കളിക്കും. സോ ഇതിൻ്റെ ഒരു മൾട്ടിപ്ലെയർ ഗെയിം ഉടനെ തന്നെ വരുന്നതാണ്. അത് നല്ല ത്രില്ലറായിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. സോ ഇനി ബാരി പ്രിസൺ റണ്ണൊക്കെ ഞാൻ കളിച്ച് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതൊക്കെ പോയി. പിന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ആക്സസറീസൊക്കെ വാങ്ങിച്ചിരുന്നു. അതേപോലെ തന്നെ ചെറിയ ഷോപ്പിങ്ങും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു വണ്ടി സ്പോൺ ചെയ്യാം. ഗ്യാരേജ് പുതിയതായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് വണ്ടിയിലൊന്നും ഇല്ല. എൻ്റെ വണ്ടി എനിക്ക് ഫേവറേറ്റ് വണ്ടി തന്നെ സ്പോൺ ചെയ്യുന്ന ഇവിടെ അതാണ്ട് ഇത്. ഓക്കെ, സോ നമ്മുടെ വീട് ലോക്കാണോ എന്ന് നമുക്ക് നോക്കണം. അല്ല ലോക്കല്ല. ലോക്കാണെങ്കിലും ഇതിൻ്റെ അകത്തുള്ള കള്ളന്മാർ ചിലവന്മാരൊക്കെ വന്ന് കയറും. ബെഡൊക്കെ ഇട്ട് അതിനുള്ള ട്രിക്കൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അതൊക്കെ ഞാൻ പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ എല്ലാം മൈക്കൊക്കെ ഓണാണെന്ന് ഞാൻ ജസ്റ്റ് നോക്കട്ടെ. ഓണാണ്. സോ അത് നിങ്ങൾ കണ്ടാണ് സ്ക്രീൻ റെക്കോർഡിൻ്റെ അത് ജസ്റ്റ് വന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ഗെയിം പ്ലേ ഞാൻ തുടരുന്നതാണ്. പിന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് അവസാനമായിട്ടൊരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ഈ ട്വിസ്റ്റ് ഓക്കെ, ഫസ്റ്റ് നമുക്ക് പോയിട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ച് തരാം. ഓക്കെ, എല്ലാവരും ആ സ്ഥലം ജസ്റ്റ് കണ്ട് നോക്കിക്കാം മക്കളെ. സൂപ്പർ കൃത്യമായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. സോ നമുക്ക് നേരെ ഞങ്ങളോട് പോയിട്ട് വന്നാലും. ഓക്കെ, സോ ഈ ഒരു പേഴ്സണിട്ട് ഓടിക്കാൻ നല്ല സൂപ്പറാണ്. സോ നമുക്ക് നേരെ തന്നെ ആ ഒരു പ്ലേസിലേക്ക് നമുക്ക് പോവാം. സോ ഇത് വരുന്നതായിട്ടുള്ളത് ബ്രൂക്ക് ഹെവൻ പോസ്റ്റ് ഓഫീസ്, പിന്നെ സ്റ്റാർബക്സിൻ്റെ കോഫി, ബ്രൂക്ക് ഹെവൻ ബാങ്കിൻ്റെയൊക്കെ ബാക്കിലായിട്ടുള്ള ഈ ഒരു ഇടവഴി കൂടെയാണ്. സോ ഇത് കുറച്ചധികം ആൾക്കാർക്കൊന്നും ഇങ്ങനെ അറിയത്തില്ല. ഇത് എൻ്റെ ഒരു ബങ്കറായിട്ടാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കുമ്പോൾ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. കണ്ട ഇതാണ്. ഓക്കെ, ഇത് ബങ്കറിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതുവഴി കൂടെ നമുക്കൊരു വഴി കാണും. ഇത് നമ്മളിങ്ങനെ കയറി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ടോർച്ച് വേണം കേട്ടോ, വെട്ടമില്ല. ഇങ്ങനെ റൈറ്റിലേക്ക് തിരിഞ്ഞ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബ്രൂക്ക് ഹെവൻ്റെ ബാങ്കിലേക്കായിരുന്നു നമ്മൾ എത്തുന്നത്. ഇവിടെ നമുക്ക് ബോംബിട്ട് പൊട്ടിച്ച് ഡോറ് പൈസ കിട്ടി. ഇൻവെൻട്രി കണ്ട് വേണം പൈസ. ഇതും എടുത്തിട്ട് ഇതുവഴി കൂടെ തിരിച്ച് ഓടുക. എങ്ങനെയുണ്ട് ഈ സെറ്റപ്പ്? പവർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് ചിലപ്പോൾ അറിയാവുന്ന പോലീസൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നേരത്തെ കണ്ടവന്മാർക്കൊക്കെ ചിലപ്പോൾ അറിയാമെന്നുണ്ടെങ്കിൽ അവന്മാർ നമ്മളെ പിടിക്കാൻ വേണ്ടി വരും. നേരത്തെ അവിടെ നിന്ന് സ്വാറ്റൊക്കെ. സോ ഇതിവിടെ സീക്രട്ട് ഹിഡനായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ തോക്ക്, വെപ്പൺസ്, ഇതെല്ലാം എൻ്റെ ബങ്കറിൻ്റെ സെറ്റപ്പാണ്. പിന്നെ ഇത് നമ്മൾ ഈ കണ്ട ലൈറ്റ് ഉണ്ടല്ലേ, ഇത് ടച്ച് ചെയ്താലേ ഇത് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, പിന്നെ താഴെ വന്നതിന് ഇവിടെ ടച്ച് ചെയ്യാം.
ഇത് പോലീസിൻ്റെ ക്യാമറകളാണ്. ഇതിനെ ഹാക്ക് ചെയ്തതിന് അങ്ങനെയൊന്നും എല്ലാവരും പറയുക. സോ ഇതിൻ്റെ അകത്ത് കുറേ മലയാളികൾ അഭിഷേക് ഗുഡ്നൈസ് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഇതിൻ്റെ അകത്ത് ഫുള്ള് മലയാളി ചാറ്റുകളാണ് വന്നുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിൽ ചെറിയൊരു തീപിടുത്തമുണ്ടായെന്നാണ് ഗൈസ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പോവാം ഗൈസ്. ഓക്കെ, ഇവിടെ തീപിടുത്തമുണ്ടായെന്നാണ് ഗൈസ് പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് പോകാനായി നോക്കാം. ഓക്കെ. ഓ ഗൈസ്, മുകളിൽ കൊണ്ട് തീ കത്തുന്നു. ഓ മൈ ഗോഡ്. ഓക്കെ. പോലീസിനെ വിളിക്കാം. പോലീസ് ഒന്ന് ഫയർഫോഴ്സിനെ വിളിക്കാം. ഫോണുണ്ട്. കോൾ ടു ഫയർഫോഴ്സ്. ഓക്കെ, അവർ വന്നത് നോക്കണം. ഓക്കെ. സോ ഇനി നമുക്ക് നേരെ തന്നെ താഴത്തെ കടലിലേക്കൊക്കെ പോയിട്ട് കാണാം. ആദ്യം നമുക്ക് പോയി ആക്സസറി ഷോപ്പിൻ്റെ അകത്ത് പോയി ആക്സസറി വാങ്ങിച്ചുകൊണ്ട് നമുക്കിവിടെ മേക്കപ്പ് സ്റ്റോറിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് ആക്സസറിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഗ്രോസറിയൊക്കെ കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും മോളിൽ കാണുന്ന സ്ഥലം കണ്ടോ? അവിടെയാണ് ആക്സസറീസ് ഒക്കെ കൊടുക്കുന്ന സ്ഥലവും കൂടെ. അതാണ് സ്ഥലം. ഓക്കെ. അകത്തേക്ക് ഇങ്ങനെയാണ് കയറുന്നത്. നമുക്ക് അകത്തേക്ക് കയറി ചെറുതായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു കണ്ണാടി വാങ്ങിച്ചു, പിന്നെ ഒരു ചെറുവ് വാങ്ങിച്ചു കണ്ട ഷോയിന്. പിന്നെ ഇവിടെ ഇതാൻ വേണ്ടിയിട്ട് കണ്ട ഒരു പൗച്ച് പോലത്തെ ഒരു സംഭവം, ബെൽറ്റും പൗച്ചും കൂടെ മിക്സ് ആയിട്ടുള്ളത്. പിന്നെ പ്രോയിൻ്റെ ഒരു മാല, പിന്നെ അവിടെ ഒരു കെട്ടും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ. സോ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പം തന്നെ സംസാരിക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ വീട് ആരോ റോബ് ചെയ്ത് പോയിക്കണം. അതേപോലെ തന്നെ അവിടെ എന്തൊരു ഗ്ലിച്ചും കാണുന്നുണ്ട് ഗൈസ്. നമ്മളെ വീട് ആരോ റോബ് ചെയ്ത് ഗൈസ്. ഏതൊരു ഏഞ്ചലീന എന്തൊക്കെ പറയുന്ന ഒരാളാണ് റോബ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടു കാണും. അവർ നമുക്ക് പിടിക്കേ പറ്റത്തുള്ളൂ. പോലീസിനെ വിളിക്കാം. കുക്കീസ് ഇരിക്കട്ടെ, കപ്പ് കേക്ക് ഇരിക്കട്ടെ. ഒരു പെട്ടി കപ്പ് കേക്ക്, ഒരു പെട്ടി കുക്കീസ്, കൊക്കോകോള, ഒരു കുപ്പി, ഇതൊരു കുപ്പി, വെള്ളം ഒരു കുപ്പി അല്ല ഒരു കുപ്പിയാണ്, ബ്രെഡ്, സാൻഡ്വിച്ച്, മീറ്റ് വേണ്ട, സ്നാക്സ്, മിൽക്ക്, ഇതെന്താ പിസ്സ ഒരെണ്ണം ഇരിക്കട്ടെ. ഇതൊന്നും വേണ്ട, ഡൊറിറ്റോസ് ഒരെണ്ണം ഇരിക്കട്ടെ. ഫ്രൂട്ട്സിലൊരു ആപ്പിൾ 2 പഴം ഇരിക്കട്ടെ. മുട്ടയിൽ 2 തരം ക്യാൻഡീസും ഇരിക്കട്ടെ. രജിസ്റ്റർ കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ രജിസ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ റോബ് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മളെ വണ്ടിക്കകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ക്ലബ്ബ് ചെറുതായിട്ട് സ്റ്റാർട്ടാവണം. പിന്നെ ഐസ്ക്രീം കഴിക്കാം. ഒരു ഐസ്ക്രീം ബബിൾ ഗമ്മിൻ്റെ വേണം. ബബിൾ ഗമ്മിൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് അമേരിക്കയിലേക്ക് കിട്ടുന്ന ഒരു ഐസ്ക്രീം മോഡലാണ്. ഓക്കെ, അമേരിക്കയിലേക്ക് കിട്ടുന്നതാണ്. പിന്നെ ടൗൺ ഹാളിലേക്ക് ഒന്ന് കയറണം, വേണ്ടല്ലേ. പിന്നെ നേരത്തെ എൻ്റെ കൈ ജസ്റ്റ് പൊള്ളിയിട്ടുണ്ടായിരുന്നു.
നേരത്തെ അതിൽ കയറി പിടിച്ചതാണെന്നാണ് തോന്നുന്നത്. കൈ ജസ്റ്റ് ഒന്ന് പൊള്ളിയിട്ടുണ്ട്, നമ്മൾ തീയിൽ പോയാലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടൊക്കെ വരാം. ഡോക്ടർ പറഞ്ഞ ഈ മരുന്ന് കഴിച്ചിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 ദിവസം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്ത് കയ്യിൽ പൊള്ളലിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തുന്നി വെച്ചൊക്കെ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേ ഡ്രസ്സ് എന്തിനാണ്. അപ്പം ഇനി തന്ന മരുന്നും കൂടെ പോയിട്ട് ഇരുന്ന് കഴിച്ചാൽ മാത്രം മതിയൊക്കെ. ഇനി ഇനി തൊട്ട് അത്രയേ ഉള്ളപ്പോൾ അടുത്തൊരു കയറ്റി വരാം. എല്ലാ ചങ്ക് മച്ചാമായിരിക്കും. 1 മിനിറ്റ്, ഇപ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് കുക്കായിട്ടുള്ളൊരു ബർഗർ ഇങ്ങ് വാങ്ങിച്ചാൽ. ഇവിടുത്തെ ബർഗർ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ എന്നും ഇത് വാങ്ങിക്കാൻ ഇവിടെ വരുന്നതാണ്. ഒരു ബർഗർ ഓക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളെ നോട്ട് റൂം എന്ന് പറയുന്ന മലയാളി നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അവനെ ഞാൻ കാണിച്ചു തരാം. ഡാടാ നില്ലടാ. ഓക്കെ, ഇനി അവനുമായിട്ട് ഞാൻ കുശലം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കട്ടെ. ഓക്കെ, ഡാ ഹലോ കണ്ടാടാന്നൊക്കെ വിളിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അവൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് കാണാം. ഫുള്ളി ഫണ്ട. ഇവന്മാരൊക്കെ എൻ്റെ വീട്ടിൻ്റെ അകത്ത് എന്തിനാണ് കയറുന്നത്? അത്രേ ഉള്ളൂ. അപ്പോൾ ഗുഡ് ബൈ.